ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കൽ മലയാളത്തിലേക്ക് ഒരു കൂടി സ്വാഗതം. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ യൂട്യൂബിൽ റെഗുലറായിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ തന്നെ യൂട്യൂബ് ഡിസേബിൾ ചെയ്ത് കളയുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു ചാനൽ കാണുന്ന ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ ഉടനടി നിങ്ങൾ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഞാനിങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം മുമ്പായിട്ട് നമ്മുടെ ഒരു വീഡിയോയുടെ ഒരു കമൻറ്റിൽ ഒരു വ്യക്തി ഒരു കമൻറ്റ് ചെയ്തു. ആ ഒരു കമൻറ്റ് ഞാനിപ്പോൾ വായിച്ചു തരാം. അതായത് കമൻറ്റ് ഇങ്ങനെയാണ്: ബ്രോ, കുറേ നാളായി എൻ്റെ മെയിൻ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 7 എന്തെങ്കിലും ആയിട്ടുണ്ടാവും. ഇപ്പോൾ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി. എന്താണ് റീസൺ? പ്ലീസ് ഹെൽപ്പ് എന്നാണ് ഈ ഒരു കമൻറ്റ്. അപ്പോൾ ഈ ഒരു കമൻറ്റ് വായിച്ചപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. ഈ ഒരു കമൻറ്റ് തന്നെ ഈ ഒരു ആൻസർ എനിക്ക് അപ്പോൾ തന്നെ കിട്ടി, എന്താണ് റീസൺ എന്നുള്ളത്. കാരണം ഈ ഒരു വ്യക്തി പറയുന്നുണ്ട് 6 മാസത്തോളമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോളിസി, അതായത് യൂട്യൂബിൻ്റെ പോളിസിയും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറേ ജനറൽ ആയിട്ടുള്ള പോളിസി മാത്രമാണ് പലർക്കും അറിയാവുന്നത്. ഇങ്ങനെയുള്ള കുറേ പോളിസിയും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോസ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസത്തോളം ഗ്യാപ്പ് ഇട്ട് നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്ത ചാനൽസ് ഉണ്ടാവും. അപ്പോൾ മോണിറ്റൈസേഷൻ ലഭിച്ചതിന് ശേഷം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ കുറേ നാളിങ്ങനെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മോണിറ്റൈസേഷൻ യൂട്യൂബ് കട്ടാക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു സുഹൃത്തിനും ഇതാണ് സംഭവിച്ചത്. എന്താ വെച്ചാൽ മൂപ്പർക്ക് ഓൾറെഡി മോണിറ്റൈസേഷൻ ലഭിച്ച ഒരു ചാനലായിരുന്നു. ആ ഒരു ചാനലിൽ 6 മാസത്തോളം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നതിന് ശേഷം, അതായത് ആക്റ്റീവ് അല്ലാത്ത ഒരു ചാനൽ യൂട്യൂബിന് അതിൻ്റെ മോണിറ്റൈസേഷൻ എടുത്ത് മാറ്റുകയുണ്ടായി. ഇത് നമ്മുടെ യൂട്യൂബിൻ്റെ പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ആ ഒരു പേജിലോട്ട് കയറി ആ ഒരു സംഭവം എന്താണെന്നുള്ളത് വായിച്ചു തരാം. ഈ ഒരു പോളിസിയിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് നിങ്ങൾ വീഡിയോസ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ഒരു വലിയൊരു ഗ്യാപ്പ് ഇടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് പോലും ഇടാതെ ഇട്ടിരിക്കുന്ന ചാനലുകളുടെ മോണിറ്റൈസേഷൻ യൂട്യൂബ് കട്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതുതായിട്ട് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന കൂട്ടുകാരും ശ്രദ്ധിക്കുക. ഇതുപോലെ നിങ്ങൾ ഒരു 6 മാസം 7 മാസം വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ ലഭിക്കത്തില്ല. നിങ്ങളൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ചാനൽ വെച്ചിട്ട് മാത്രം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ഉള്ള ചാനലുകൾ അറ്റ്ലീസ്റ്റ് ഒരു മാസം ഒരു 2 വീഡിയോസ് എങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ യൂട്യൂബായിട്ട് സംബന്ധപ്പെട്ട എന്ത് ഡൗട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തിലേക്ക് പരമാവധി പാസ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെയും